ഒരു മുത്തശ്ശൻ. കഥ കഥേ കഥ കഥ. മുത്തശ്ശന്റെ സുന്ദര കുട്ടന്മാരും സുന്ദരി കുട്ടികളും കഥ കേൾക്കാൻ തയ്യാറായില്ലേ? എന്നത് കേട്ടോളൂ കേട്ടോ. ഇന്നും ഒരു തെന്നാലിരാമൻ കഥയാണ് കേട്ടോ. തെന്നാലിരാമന് കൊട്ടാരത്തിലല്ലേ ജോലി. ഒരു ദിവസം ജോലി കഴിഞ്ഞു വരികയായിരുന്നു. നേരെ ഇരുട്ടായി. തെന്നാലിരാമൻ വീടിന്റെ പടിക്കിലെത്തിയപ്പോ അവിടെ തൊഴുത്തിന്റെ പിൻവശത്തായിട്ട്, പശുവിനെ വളർത്തുന്ന തൊഴുത്തില്ലേ, തൊഴുത്തിന്റെ പിൻവശത്തായിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ പതുക്കെ വർത്തമാനം പറയുന്നത് കേട്ടു. പതുക്കെ അവരിങ്ങനെ പെറുപെറുക്കുണ്ട്. ആരാന്നറിയോ? കള്ളന്മാരാണ്. തെന്നാലിരാമന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്ന കള്ളന്മാരാണ്. തെന്നാലിരാമൻ അവര് കാണാതെ പതുക്കെ വീടിന്റെ അകത്തേക്ക് കടന്നു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ വീട്ടില് മോഷ്ടിക്കാൻ കള്ളന്മാര് വന്നിട്ടുണ്ട്, അവരതാ പുറത്ത് നിൽക്കണു, നമുക്ക് അവരെയൊന്ന് പറ്റിക്കല്ലേ എന്ന് പറഞ്ഞ് ഭാര്യയോട് ഉറക്കെ പറഞ്ഞു. അതേ, നാട്ടില് മുഴുവൻ കള്ളന്മാരാ. നമ്മുടെ ആഭരണങ്ങളില്ലേ, നിന്റെ കുറെ ആഭരണങ്ങളൊക്കെ ഇല്ലേ, അത് നമുക്കൊരു പെട്ടിയിലാക്കി കിണറ്റി കൊണ്ടുപോയിട്ടാലോ? അത് നല്ല സൂത്ര, ഭാര്യ പറഞ്ഞു. അങ്ങനെ ഒരു പെട്ടി എടുത്തിട്ട് അതിനകത്ത് കുറെ കല്ലും മണ്ണും ഒക്കെ നിറച്ച് രണ്ടാളും കൂടി കിണറിന്റെ അടുത്ത് പോയിട്ട് അതിലേക്ക് ഒരൊറ്റ തള്ളു. ധിം! പെട്ടി കിണറ്റിലങ്ങോട്ട് വീണു. എന്നിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇത് കേട്ട കള്ളന്മാർക്ക് നല്ല സന്തോഷായി. ഇത് കള്ളന്മാര് കണ്ടു നിൽക്കുന്നുണ്ട് ഇരുട്ടത്തെ. അവർക്ക് സന്തോഷായി. നിറയെ സ്വർണ്ണാഭരണങ്ങളുള്ള പെട്ടിയാണ് കിണറ്റിൽ വീണെന്ന് വിചാരിച്ച് അവരൊരു കാര്യം തീരുമാനിച്ചു. നമുക്ക് ഈ വെള്ളം മുഴുവൻ കോരി വറ്റിക്കാം, അങ്ങനെയാകുമ്പോ നമുക്ക് ആ പെട്ടി കിട്ടുമല്ലോ. അങ്ങനെ അത് പറഞ്ഞ് അവര് വെള്ളം അങ്ങനെ കോരി 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 വറ്റിക്കാൻ തുടങ്ങി. ഈ കോരി ഒഴിക്കുന്ന വെള്ളം മുഴുവൻ നമ്മുടെ തെന്നാലിരാമന്റെ പച്ചക്കറി തോട്ടത്തിലേക്കാ ഒഴുകി പോണട്ടോ. അങ്ങനെ പച്ചക്കറി തോട്ടം മുഴുവൻ ഇങ്ങനെ നനയാണ്. അങ്ങനെ എത്ര കോരിയിട്ടും വെള്ളം വറ്റുന്നില്ല. നേരം വെളിച്ചായി. അപ്പോഴും അതറിയാതെ കള്ളന്മാര് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും തെന്നാലിരാമൻ ഉറക്കമുണർന്ന് പതുക്കെ ഉമ്മറത്ത് വന്ന് അങ്ങോട്ട് പറഞ്ഞു, ആരാ ഇത്ര നന്നായി എന്റെ പച്ചക്കറിത്തോട്ടൊക്കെ നനച്ചത്? വളരെ സന്തോഷായി. നിങ്ങളാണോ എന്റെ പച്ചക്കറിത്തോട്ടൊക്കെ നനച്ച് എന്ന് കള്ളന്മാരെ നോക്കി തെന്നാലിരാമൻ പറഞ്ഞു. എന്നാലേ ഒരു കാര്യമുണ്ട്, നിങ്ങളിപ്പോ പിടിച്ച് കെട്ടിക്കൊണ്ടുപോകാനായിട്ടേ കൊട്ടാരത്തുനിന്ന് ആള് വരൂട്ടോ. ഇത് കേട്ടതും കള്ളന്മാരവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? രസമുള്ള കഥകളായിട്ട് മുത്തശ്ശൻ വീണ്ടും വരേ. ബൈ ബൈ.